ഉയിർപ്പുകാലം നാലാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വഴിതെറ്റിയ ആടിനെ തേടുന്ന ഇടയൻ. 99 ആടുകൾ കയ്യിലിരിക്കെ അവയെ അനാഥമാക്കി വഴിതെറ്റിയ ഒന്നിനെ തേടി അലഞ്ഞാൽ കയ്യിലുള്ളതിൽ ചിലതും നഷ്ടപ്പെട്ടേക്കാം. ബഹുഭൂരിപക്ഷം പേരും പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ് ചിന്തിക്കുക. പക്ഷേ യേശു വ്യത്യസ്തനാണ്. കാരണം അവൻ കരുണയാണ്. സ്വന്തം മാഹാത്മ്യം വിളിച്ചറിയിക്കാനാണ് നാം നിരപരാധികളെ ക്രൂശിക്കുന്നത്. പക്ഷേ ദൈവം നിരപരാധിയുടെ പക്ഷം ചേരുമെന്ന് സുവിശേഷം പറയുന്നു. അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ അവൻ അവഗണിക്കപ്പെട്ടവനായി മാറും. നിരപരാധികളെ താങ്ങാൻ അവൻ അവരിൽ ഒരുവനാകും. അനാവശ്യ ദുരാരോപണങ്ങൾക്ക് വിധേയരാകുന്നവരെ ശക്തിപ്പെടുത്താൻ അവൻ ദുരാരോപണത്തിന് വിധേയനാകും. അതുകൊണ്ടാണ് വഴിതെറ്റിയതിനെ തേടിയിറങ്ങി അവൻ തോളിലേറ്റുന്നത്. അതിനാൽ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. എല്ലാം ദൈവം കാണുന്നുണ്ട്. കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയും ചെയ്യും. അന്ന് താലത്തിൽ കൈ കഴുകി നിരപരാധി എന്ന് ഏറ്റുപറഞ്ഞവൻ അവനെ ക്രൂശിക്കാൻ വിധിച്ചത് അവന്റെ കുറ്റമോ അതോ അവനെ ക്രൂശിച്ചവരുടെ കുറ്റമോ? നമ്മോടുള്ള ദൈവത്തിന്റെ കരുണ കാണിക്കാനാണ്. ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നീയും കരുണയുള്ളവനായിരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ലോകത്തിലെ സങ്കടങ്ങളും പീഡനങ്ങളും പോയി പോകുന്നവയാണെന്ന് പഠിപ്പിക്കും.